ഒരുപാട് വ്യാകുലത ഉണ്ടാവുന്നതല്ല ആങ്സൈറ്റി. പകരം നമ്മളുടെ ഹെഡിൽ കോൺസ്റ്റൻ്റ് ആയ ഒരു അലാറം വെച്ചിട്ടുള്ളത് പോലെയാണ്. അതിനെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആൻഷ്യസ് ആവുന്ന സമയത്ത് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ ഉള്ളതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഹാർട്ട് റേസ് ചെയ്യും, ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ തോട്ട്സ് ഒരു സർക്കിൾ പോലെ കറങ്ങാൻ തുടങ്ങും. ഇത് സ്ലീപ്ലെസ് നൈറ്റ്സ് മുതൽ സ്റ്റൊമക്ക് ഇഷ്യൂസ് വരെ ഉണ്ടാക്കാം. സ്വല്പം ആങ്സൈറ്റി ബെനഫിഷ്യലാണ്. അത് നമ്മളുടെ എക്സാംസിനെയൊക്കെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഇൻ്റർവ്യൂസിനെ, ചാലഞ്ചസിനെ ഒക്കെ പുഷ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ ഊർജം, ആത്മവിശ്വാസം, സമാധാനം എന്നിവ നഷ്ടപ്പെടും. ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആങ്സൈറ്റി വളരെ കോമൺ ആണ്. അതൊരിക്കലും നിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ല. ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, സപ്പോർട്ട്, ഗൈഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആങ്സൈറ്റിയെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. റിമെമ്പർ, യുവർ തോട്ട്സ് ആർ നോട്ട് സ്ട്രോങ്ങർ ദാൻ യു. നിങ്ങളെ എന്താണ് ആൻഷ്യസ് ആക്കുന്നതെന്ന് ഉറപ്പായും കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച്.